കഥ പറഞ്ഞും കളിച്ചും ചിരിച്ചും നടന്ന വഴികളിലൂടെയെല്ലാം വീണ്ടും നടന്നു നോക്കി. ഇന്നും നടക്കുന്നു. ഓർമ്മകൾ വഴി കാട്ടുകയാണ്. ഏട്ടന് ഇങ്ങനെ ഒരു അനിയത്തി ഉണ്ടെന്നുള്ള ഏതാണ്ട് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞാണ് പിന്നെ ഞാൻ കാണുന്നത്. ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് ചേട്ടൻ്റെയും കല്യാണം കഴിഞ്ഞു, എൻ്റെയും കല്യാണം കഴിഞ്ഞു. രണ്ടുപേരും കല്യാണം കഴിച്ച് കഴിഞ്ഞു. അങ്ങനെ ചേട്ടൻ എന്നെ കാണാനായിട്ട് വീട്ടിൽ വരുന്നത്, വീണ്ടും മലയാളിക്ക് പോകാൻ വേണ്ടി യാത്ര പറയാനായിട്ട് വരിക, അങ്ങനെ വരുന്നതാണ്. ഒരാൾ പുറത്ത് വന്നു. അപ്പം നമ്മൾ പുറത്തെ പോലെ ആരും അങ്ങനെ വരികയില്ല. പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. ആരോ വന്നിട്ടുണ്ടോ വീട്ടിൽ. ഞാൻ മുറിക്കകത്ത് തന്നെ ഇരുന്നു. അപ്പോൾ ചേട്ടൻ നേരെ മുറിക്കകത്തോട്ട് കയറി വന്നു. അപ്പം ഞാനിങ്ങനെ കോണി ചാരി അവിടെ നിന്നു. അപ്പം മകോന്ന് വിളിച്ചു. അങ്ങനെ അന്നേരം മനസ്സിലാകുന്നത് ആ വിളി ഇവരൊക്കെ പറഞ്ഞേ, അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതോ ആ ഓർമ്മയുണ്ട് എനിക്ക്, സ്ഥിരം കൊച്ചിലെ മുതലേ ഉണ്ട് ആ ഒരു ഓർമ്മയുണ്ട്. സന്തോഷമായി. അന്ന് എനിക്ക് പെട്ടെന്ന് സങ്കടമൊന്നും വന്നില്ല. ഇപ്പോഴാണെന്ന് വരിക തോന്നും. അന്നില്ല, അന്നങ്ങനെ സങ്കടമൊന്നും വന്നില്ല. കാണാതിരുന്ന ഒരാളിനെ കണ്ട ഒരു അത്ഭുതമായിരുന്നു, അത്രയുണ്ടായിരുന്നു. മലയായിലൊക്കെ പോയി, മലയായി എന്നൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ടിട്ടുള്ളതല്ലാതെ എന്ന് പറയാൻ മേലെ ഇങ്ങനെ മലയായി പോയേച്ച് തിരിച്ചു വന്ന ഒരാളാണ് എന്നൊക്കെ കേട്ടപ്പം വലിയ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. പക്ഷെ ആളിൻ്റെ ആ വ്യക്തിത്വം, സുഭാഷ് ചന്ദ്രബോസിനെ ഒക്കെ കണ്ടു എന്നൊക്കെ ഉള്ളതൊക്കെ അമ്മാവന്മാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാണപ്പം പോയിട്ട് സുഭാഷ് ചന്ദ്രബോസുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ആ ഇതൊക്കെ കേട്ട് വലിയൊരു അത്ഭുതമായിരുന്നു ഇങ്ങനെ ഒരാളിനെ കാണുക എന്നുള്ളത്. അതായത് 53 വർഷം പഴക്കമുള്ള പുളിയായിട്ട് ഈ പുളിയുടെ ചോട്ടിലിരുന്ന് ചേട്ടൻ 5-6 നാടകം എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അന്ന് ഈ വീട് ചെറിയ വീട്, ഫാനൊന്നുമില്ല. ഇവിടെ ഇരുന്നാൽ നല്ല കാറ്റും വെട്ടമൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ ഇവിടെ ഇരുന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഈ പുളി വെട്ടാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല. അങ്ങനെ നിർത്തിയിരിക്കുക സ്മാരകം. നാടകം എഴുതി ഞങ്ങൾ റിഹേഴ്സൽ തുടങ്ങിയ 1 മാസത്തേക്കാണ് റിഹേഴ്സൽ കേട്ടോ. ഈ 1 മാസവും എനിക്ക് കഥാപാത്രം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഉൾക്കൊണ്ട് വേറെ വഴിക്കാണ് പോകുന്നത്. ശരിക്കുള്ള പട്ടാളം പോകാൻ ആയില്ല എന്ന് എനിക്കും തന്നെ തോന്നും. ചേട്ടന് കാണും തോന്നും, പിന്നെ കണ്ടിരിക്കുന്ന ആൾക്കാർക്കും തോന്നും. എന്താണെന്ന് എനിക്കറിയില്ല, അതിൻ്റെ കാര്യം എനിക്കറിയാൻ പറ്റും. ദേഷ്യം വന്നിട്ട് എഴുന്നേറ്റ് പോകും. ഈ രംഗം വരുമ്പോൾ ഉണ്ടല്ലോ ഞാൻ കരഞ്ഞു തുടങ്ങും. കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരും മുഷിഞ്ഞിട്ട് അവർ എഴുന്നേറ്റ് പോകും. എനിക്ക് പട്ടാളം ആകാൻ ഒരിക്കൽ പോലും പറ്റിയിട്ടില്ല. നാടകത്തിൻ്റെ തലേ ദിവസം വരെ. തലേ ദിവസമാണല്ലോ വലിയ റിഹേഴ്സലൊക്കെ ഉണ്ടല്ലോ, ഡ്രസ്സൊക്കെ ഇട്ട് റിഹേഴ്സൽ കഴിഞ്ഞ് ഞാൻ നിന്നില്ല. ചേട്ടനത് കാണാൻ ദേഷ്യം വന്നിട്ട് എന്നെ വഴക്ക് പറയാനും മേല, ഒന്നും മിണ്ടാൻ മേലാത്ത വാതിലായിട്ട് ഒന്ന് പോകും. പക്ഷേ ഈ കോലഞ്ചേരിയിലായിരുന്നു ആദ്യ നാടകം. ആ നാടകം കളിക്കാനായിട്ട് അവിടെ ചെന്നു. ഞാനൊരു തരത്തിൽ കയറി. അത് കയറാതിരിക്കാൻ പറ്റിയില്ലല്ലോ, നാടകം ബുക്ക് ചെയ്ത് പോയതല്ലേ. അഭിനയിച്ചു കഴിഞ്ഞാൽ ഇറങ്ങിയപ്പം കണ്ടിരുന്ന ആൾക്കാർ ചേട്ടൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, പട്ടാളം ഭവാനി ഓവറാണ് കേട്ടോ സാറേ എന്ന് പറയും. സാരമില്ല, ഓവറല്ലേ, ഇനി കുറയ്ക്കാമല്ലോ എന്ന് ചേട്ടനും പറയും. പിന്നെ പിറ്റേ ദിവസം ആലുവ ടാസിലാണ് നാടകം. ആലുവ ടാസിലെ നാടകത്തിന് ഞാൻ എങ്ങനെ പട്ടാളം ഭവാനിയായി എന്നുള്ളത് എനിക്കറിയാൻ മേല. ഈ കോലഞ്ചേരി നാടകത്തിൽ പറഞ്ഞല്ലോ, എനിക്ക് അഭിനയിക്കാൻ അറിയാൻ മേലാണ്ട് വന്നിട്ട് ഒരു സീനിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടല്ലോ എടുത്തില്ല, വിട്ട് കളഞ്ഞു. അതെടുക്കാൻ അറിയാൻ മേല. പിറ്റേ ദിവസം ടാസി നാടകത്തിന് കയറി ഞാൻ ശരിക്കും പട്ടാളം ഭവാനിയായി. പിന്നെ ഞാനൊരു കഥാപാത്രമായി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു സ്വഭാവമുണ്ട്. അതിൻ്റെ ഒരുപാട് ചേഷ്ടകൾ ഇങ്ങനെ, എഴുന്നേക്കാൻ, നേരം വെളുത്തു, എഴുന്നേക്കാൻ. സംസ്കാരമുള്ളവരാരും ഇങ്ങനെ കിടക്കില്ല. ഞാൻ കണ്ടോ, നിത്യകർമ്മങ്ങളൊക്കെ കഴിച്ച് നല്ല സ്വച്ഛതയായിട്ട് അന്തസ്സിന് വന്ന് കിടക്കണം. ഇങ്ങനെ കിടക്കണം. ബാക്കി കൂടുതൽ പറയാൻ പറഞ്ഞാൽ മറന്നുപോയി, ഇത്രേ പറഞ്ഞു.